അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ദുറൂസുൽ അക്കായിദ് വാർഷിക പരീക്ഷയുടെ റിവിഷൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ശരി ഉത്തരത്തിന് നേരെ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷന്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. ഭൗതികമായി വ്യാഖ്യാനിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. ഓപ്ഷൻസ്: ഉറക്കം, വഹിയ്, രോഗം. ശരി ഉത്തരം വഹിയ്. 2. 50 ഏടുകൾ നൽകപ്പെട്ട പ്രവാചകൻ. ഓപ്ഷൻസ്: ആദം അലൈഹിസലാം, ഷീസ് അലൈഹിസലാം, ഇബ്രാഹിം അലൈഹിസലാം. ശരി ഉത്തരം ഷീസ് അലൈഹിസലാം. 3. പരിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ പൂർവവേദങ്ങളെല്ലാം. ഓപ്ഷൻസ്: സ്വഹീഹാകപ്പെട്ടു, ദുർബലപ്പെട്ടു, അംഗീകരിക്കപ്പെട്ടു. ശരി ഉത്തരം ദുർബലപ്പെട്ടു. 4. ചെറിയ രോഗം പോലെയുള്ള കാര്യങ്ങൾ നബിമാർക്ക്. ഓപ്ഷൻസ്: ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവും, ഉണ്ടാകില്ല. ശരി ഉത്തരം ഉണ്ടാവും. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔറത്ത് ഒരാളും. ഓപ്ഷൻസ്: കണ്ടിട്ടുണ്ട്, കാണാനിട വന്നില്ല, കണ്ടിട്ടില്ല. ശരി ഉത്തരം കാണാനിട വന്നില്ല. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കി. 7. തറ മാല അറ. 8. മാ കദബ മുഹമ്മദുൻ ഖത്ത്. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി പുറപ്പെട്ടു. ഇപ്പുറത്ത് നോക്കൂ. എ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ബി. അബൂജഹൽ. സി. ഉമൈർ ബിൻ വഹബ്. ഡി. സഫ്വാൻ ബിൻ ഉമയ്യ. ഓരോന്നിനും യോജിച്ച ഓപ്ഷന്റെ ലെറ്റർ ആണ് നമ്മൾ ആ കോളത്തിൽ എഴുതേണ്ടത്. നോക്കൂ. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കി. അതിന് ശരിയായത് ഡി. സഫ്വാൻ ബിൻ ഉമയ്യ. 7. തറ മാല അറ. അതിന് ശരിയായത് എ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. 8. മാ കദബ മുഹമ്മദുൻ ഖത്ത്. അതിന് ശരിയായത് ബി. അബൂജഹൽ. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി പുറപ്പെട്ടു. അതിന് ശരിയായത് സി. ഉമൈർ ബിൻ വഹബ്. ഡി, എ, ബി, സി. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 10. നബിമാർ നമ്മെ പോലെയല്ല, അവർ ഡേഷ് അറിയും. അവിടെ പൂരിപ്പിക്കേണ്ടത് ഗൈബ്. നബിമാർ നമ്മെ പോലെയല്ല, അവർ ഗൈബ് അറിയും. 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറങ്ങും, ഡേഷ് ഉറങ്ങാറില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് കൽബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറങ്ങും, കൽബ് ഉറങ്ങാറില്ല. 12. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത് ഡേഷിന്റെ ചുമതലയാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ജിബ്രീൽ അലൈഹിസ്സലാം. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചുമതലയാണ്. 13. അല്ലാഹു തആല ഡേഷ് കിതാബുകൾ അവതരിപ്പിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് 4. അല്ലാഹു തആല 4 കിതാബുകൾ അവതരിപ്പിച്ചു. 14. പരിശുദ്ധ ഖുർആൻ ഡേഷ് വരെ സുരക്ഷിതമായി നിലനിൽക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് അന്ത്യനാൾ. പരിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കും. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 15. ജൂത പുരോഹിതനോട് ദേഷ്യപ്പെട്ടു. ആര്? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. 16. തൗറാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കിയത്. ഉത്തരം അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു. 17. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ സ്വഹീഹാകാത്ത ഒരു കർമ്മം. ഉത്തരം അദാൻ. 18. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ എന്ത് വിളിച്ചു? ഉത്തരം അൽ അമീൻ. 19. മനുഷ്യരെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായവർ ആര്? ഉത്തരം പ്രവാചകന്മാർ. 20. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്ക്. ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. ഇനി നോക്കൂ. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 21. ആരാണ് നബിമാർ? ഉത്തരം അല്ലാഹു തആല അവന്റെ നിയമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്റെ സൃഷ്ടികളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു. അവർ ബുദ്ധിശക്തിയുള്ളവരും വിശ്വസ്തരും സത്യസന്ധരുമായിരുന്നു. അവരാണ് നബിമാർ. 22. എന്താണ് വഹിയ്? ഉത്തരം അല്ലാഹു തആലയുടെ സന്ദേശങ്ങൾ നബിമാരിലേക്ക് എത്തുന്നത് വഹി മുഖേനയാണ്. ഇങ്ങനെ എത്തുന്ന ദിവ്യബോധനങ്ങളാണ് വഹിയ്. ഇത് യഥാർത്ഥ അനുഭവമാണ്.
23. സെയ്ദ് ബിൻ സൗന റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണമെന്ത്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര സഹിഷ്ണുവായിരിക്കും എന്ന അടയാളം അദ്ദേഹത്തിന് ബോധ്യപ്പെടാനുണ്ടായിരുന്നു. അദ്ദേഹം പരുഷമായി പെരുമാറിയപ്പോൾ അദ്ദേഹത്തിനത് ബോധ്യപ്പെടുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. 24. നബിമാർ പ്രബോധനം ചെയ്തു എന്ത്? ഉത്തരം: നബിമാർ തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ കൃത്യമായി പ്രബോധനം ചെയ്തു. 25. പുരോഹിതനോട് ദേഷ്യപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം: ഉമർ, എനിക്കും ഇദ്ദേഹത്തിനും ഇതല്ല ആവശ്യം. അദ്ദേഹത്തിനോട് മാന്യമായി ചോദിക്കാനും എന്നോട് മാന്യമായി തിരിച്ചു കൊടുക്കാനും ആവശ്യപ്പെടുകയാണ് വേണ്ടത്. 26. ഇസ്ലാമിക നവജാഗരണത്തിന്റെ കാരണം എന്തായിരുന്നു? ഉത്തരം: ഇസ്ലാമിക നവജാഗരണത്തിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച ദിവ്യബോധനങ്ങളായിരുന്നു. 27. ജിബ്രീൽ അലൈഹിസലാം വഹിയുമായി വരുന്നത് ഏതു രൂപത്തിൽ? ഉത്തരം: ചിലപ്പോൾ മനുഷ്യരൂപത്തിലും ചിലപ്പോൾ മറ്റുള്ളവർക്ക് അദൃശ്യമാവുന്ന വിധത്തിലും ജിബ്രീൽ അലൈഹിസലാം പ്രത്യക്ഷപ്പെടും. 28. നബിമാർക്ക് ഉണ്ടാകാവുന്ന മാനുഷിക അനുഭവങ്ങൾക്ക് 3 ഉദാഹരണങ്ങൾ എഴുതുക. ഉത്തരം: വിശപ്പ്, ദാഹം, ന്യൂനതയില്ലാത്ത രോഗങ്ങൾ തുടങ്ങിയവ. 29. നബിമാർ ആരും ദ്രോഹികളാകില്ല. കാരണം? ഉത്തരം: എല്ലാ തെറ്റുകളും മനുഷ്യർ ചെയ്യുന്ന ആത്മദ്രോഹങ്ങളാണ്. നബിമാർ ആരും ദ്രോഹികളല്ല. അക്രമം ചെയ്തവർക്ക് പ്രവാചകത്വം ലഭിക്കുകയുമില്ല. 30. പരിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റു പേരുകൾ. ഉത്തരം: അൽ കിതാബ്, അൽ ഫുർഖാൻ, അത്തൻസീൽ. അടുത്ത പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. 31. അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് നമ്മൾ എഴുതേണ്ടത്. ഉത്തരം: ഹിർക്കൽ രാജാവും അബൂ സുഫിയാനും തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ അവസാനം ഹിർക്കൽ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇപ്രകാരം പറയാനിടയായി: നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്റെ ഈ കാൽ നിൽക്കുന്ന സ്ഥലം പോലും അദ്ദേഹം അധീനത്തിലാക്കും. ഒരു റസൂൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് നിങ്ങളിൽ നിന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയുമെങ്കിൽ ക്ലേശിച്ചും ഞാൻ എത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾ ആ സന്ദർഭമായിട്ട് അവിടെ എഴുതേണ്ടത്. 32. മാഇദ സൂറത്ത് അവതരിച്ച രംഗം. ഉത്തരം: മാഇദ സൂറത്ത് അവതരിച്ചത് ഒരു യാത്രയിലായിരുന്നു. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ ഇതിന് സാക്ഷിയായിട്ടുണ്ട്. മഹദി സംഭവം ഇങ്ങനെ വിവരിക്കുന്നു: ഒട്ടകപ്പുറത്ത് ഇരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യ് അവതരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാരം കൊണ്ട് ഒട്ടകം പ്രയാസം അനുഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി. അപ്പൊ ഇത്രയാണ് നിങ്ങൾ അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.